പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന വിദ്യാലയങ്ങൾ ലഹരി പദാർത്ഥങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു ലോകമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ആണെന്നോ പെണ്ണെന്നോ ഇല്ലാതെ അനേകർ മദ്യപാനത്തിലും MDMA എന്ന് പറയുന്ന ലഹരി പദാർത്ഥങ്ങൾക്കൊക്കെ അടിമപ്പെട്ട്, കഞ്ചാവുകൾക്ക് അടിമപ്പെട്ട് കുടുംബ ജീവിതങ്ങൾ താറുമാറായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലയളവിലാകുന്നു നാം ജീവിക്കുന്നത്. ആകയാൽ മനുഷ്യന്റെ ജീവിതം താൽക്കാലികമാണ്. മനുഷ്യൻ ഈ ലോകത്തിൽ എന്തെല്ലാം വെട്ടിപ്പിടിച്ചാലും എന്തെല്ലാം സമ്പാദിച്ചാലും ഈ ലോകത്തിൽ നിന്ന് നാം ഒന്നും കൊണ്ടുപോകുന്നില്ല, ഇവിടേക്ക് ഒന്നും കൊണ്ടുവന്നുമില്ല. ആകയാൽ ഏത് മനുഷ്യന്റെയും ദേഹവും ദേഹിയും നഷ്ടപ്പെട്ടു പോകും. ആത്മാവ് ഒരു നാളും നശിച്ചു പോകുന്നില്ല. ഈ ആത്മാവിന്റെ നിത്യരക്ഷയെ അറിഞ്ഞ് നേടുന്നവനാണ് ലോകത്തിലേക്ക് ഏറ്റവും വലിയ ഭാഗ്യവാനായി തീരാൻ പോകുന്നത്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഈ ലഹരി വിരുദ്ധ സന്ദേശ റാലി ഞങ്ങൾ ഈ കേരളത്തിലെ 6-7 ജില്ലകളിൽ ചെയ്തു വരുന്നു. അതിന് കേരള ഗവൺമെന്റ് അംഗീകാരത്തോടുകൂടെ പ്രവർത്തിക്കുന്ന ഒരു സന്ദേശ റാലിയാണ് ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഒരു ലഘു സന്ദേശം കേൾക്കാം. അതിനുശേഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ആ ലഘു സന്ദേശം കേൾക്കാൻ പ്രിയ സഹോദരനെ ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അടുത്തുമകലെയുമായി ഭവനങ്ങളിലായിരിക്കുന്ന മാന്യ സഹോദര മിത്രങ്ങളെ, നിങ്ങളുടെ ഏവരുടെയും വിലയേറിയ ശ്രദ്ധയെ അല്പസമയത്തേക്ക് ഞങ്ങളുടെ ശബ്ദത്തിന് ചെവിചായ്ക്കണമെന്ന് ഞങ്ങൾ ദൈവനാമത്തിൽ ഓർപ്പിക്കുകയാണ്. ലോകം ഒരു വല്ലാത്ത അവസ്ഥയിലൂടെ മാറിക്കൊണ്ടിരിക്കുന്നുവെന്ന് ലോക സയൻസുകൾ പോലും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ഭൂമിക്ക് നാളെ എന്ത് സംഭവിക്കുവാൻ പോകുന്നു, മനുഷ്യരെന്ത് സംഭവിക്കുന്നു, ഈ ലോകം നിലനിൽക്കുമോ, ഇതുപോലെയുള്ള കാര്യങ്ങൾ സംശയദൃഷ്ടിയുടെ നോക്കുന്ന ഒരു സാങ്കേതിക ലോകത്താണ് നാം ഇന്ന് ജീവിക്കുന്നത് പ്രിയമുള്ളവരെ. അപ്പോൾ തന്നെ സയൻസിന്റെ ചില കണ്ടുപിടുത്തങ്ങൾ ഈ ഭൂമി തീക്കിരേ തീരുവാൻ പോകുന്നുവെന്നും ചന്ദ്രൻ രക്തതുല്യമായി പോകുവാൻ പോകുന്നുവെന്നും ഭൂമി ഇരുണ്ടു പോകും, സൂര്യൻ ഇരുണ്ടു പോകുന്നുവെന്നും സയൻസ് പറഞ്ഞു തുടങ്ങി. അപ്പോൾ തന്നെ വിശുദ്ധ ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇത്യാദി കാര്യങ്ങളൊക്കെ. ഈ ഭൂമിക്ക് നിലനിൽപ്പുണ്ടോ എന്ന് സയൻസ് പോലും അവർ ഭയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈയിടെ നമ്മുടെ ISROയുടെ ചെയർമാനായ സാർ പറയുണ്ടായി, ഈ ഭൂമിക്ക് അധികം നിലനിൽപ്പില്ല, ഇത് കത്തിച്ചാമ്പലാകുവാൻ പോകുന്നുവെന്നും. ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന ഒരു ചെയർമാൻ പറഞ്ഞു ചന്ദ്രൻ രക്തതുല്യമായി തീരുമെന്ന്. പ്രിയമുള്ളവരെ, ഇതെല്ലാം വിശുദ്ധ ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം സംഭവിക്കേണ്ടത് തന്നെ എന്ന് ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വിളിച്ചു പറയുന്നു, ഈ ഭൂമി മനുഷ്യന് വാസയോഗ്യമായി തീരാതെ ആയിത്തീരുവാൻ പോകുകയാണ് പ്രിയമുള്ളവരെ. ഇപ്പോൾ തന്നെ സങ്കീർണമായ പ്രശ്നങ്ങളിലൂടെ ലോകം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയമുള്ളവരെ, ഇപ്പോൾ കുറച്ചു മുമ്പേ കിട്ടിയ വാർത്തയാണ്, കോഴിക്കോട് കടൽ തീരത്ത് കടലിലെ വെള്ളം ഇരച്ചു കയറിക്കൊണ്ട് ജനങ്ങൾ പേടിച്ചോടുകയാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയമുള്ളവരെ, ദൈവം സൃഷ്ടിച്ചു വിട്ട് മനുഷ്യൻ ദൈവത്തെ മറന്നുകൊണ്ട്, ദൈവത്തെ അല്ലാതെ ദൈവമെന്ന് വിചാരിച്ചുകൊണ്ട് മറ്റു പലതിന്റെയും പുറകെ പോയി ദൈവത്തെ അറിയാതിരിക്കുന്ന ജനം, ദൈവത്തെ മാനിക്കാതിരിക്കുന്ന ജനം, ദൈവ ഭയമില്ലാതെ ഭോജനപ്രിയരായി ഭോഗപ്രിയരായി ആയിരിക്കുന്ന ഒരു ജനസമൂഹമാണ് ഈ ലോകത്തിലായിത്തീരുന്ന ജനം. ആ ജനത്തെ എല്ലാം ദൈവം രക്ഷിക്കുവാൻ വേണ്ടിയാണ് ഒരു മാർഗമായി ദൈവം ഒരു മാർഗത്തെ ഈ ലോകത്തിൽ കാണിച്ചു തന്നു. ആ ഒരു നീതിയുടെ മാർഗം, ആ നീതിയുടെ മാർഗത്തിലൂടെ മാത്രമേ ലോകത്തിന് നിലനിൽക്കുവാൻ കഴിയുകയുള്ളൂ എന്ന്
ദൈവത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. എത്രയോ കൊലപാതകങ്ങളാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന്റെ നാടെന്ന് പറയുന്ന ഈ കൊച്ചു കേരളത്തിൽ എത്രയോ പീഡനങ്ങളാണ് സംഭവിക്കുന്നത്. ദാരുണമായി കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കുഞ്ഞുകുട്ടികൾ, പ്രായഭേദമന്യേ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ മനുഷ്യ ജീവിതങ്ങൾ. ദൈവത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. ഇതെല്ലാം ഈ ഭൂമിയിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ ലോകത്തിൽ എന്താണ് കള്ളം? പാപമെന്ന പ്രതിഭാസം മനുഷ്യനെ കാർന്നു തിന്നുന്ന പ്രിയമുള്ളവരെ. പാപമെന്ന പ്രതിഭാസം അവർ അസ്ഥിയും മാംസവുമില്ല, എന്നാൽ അസ്ഥിയും മാംസമുള്ള മനുഷ്യ ശരീരത്തിലേക്ക് കടന്നുകൊണ്ട് മനുഷ്യനെ കൊണ്ട് പീഡനങ്ങൾ, കൊലപാതകങ്ങൾ, ആഭിചാരങ്ങൾ, അതെ നിഷ്ഠൂരമായ പ്രവൃത്തികൾ, ക്രോധം, ശാഠ്യം, പക, പിണക്കം, ഇങ്ങനെ നിരവധി അതെ സങ്കീർണങ്ങളായ അതെ ദുഷ്പ്രവർത്തികളിലൂടെ മനുഷ്യനെ വലച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പാപം. മനുഷ്യനെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരെ, ഈ പാപത്തിൽ നിന്നും മനുഷ്യനൊരു മോചനം നേടുവാനാണ് യേശു ലോകത്തിലേക്ക് വന്നത്. പാപം കൂടാതെ ജനിച്ച യേശു ക്രിസ്തുവിലൂടെ മനുഷ്യന് പാപമോചനം നൽകുവാൻ യേശു തന്നെ അവസാനത്തുള്ള രക്തവും കാൽവറിയുടെ കുലക്കളത്തിൽ ചൊരിഞ്ഞ പ്രിയമുള്ളവരെ, ആ കാൽവറിയുടെ ക്രൂശുമരണത്തിലൂടെ മനുഷ്യർക്ക് ഒരു പുതിയ കവാടം തുറന്നു തന്നിരിക്കുകയാണ്. എന്താണ്? മരണാനന്തരം ഒരു ജീവിതം സ്വർഗത്തിൽ കഴിക്കുവാൻ. ഇതാണൊരു അവസരം പ്രിയമുള്ളവരെ. മരണാനന്തരം നമ്മുടെ ജീവിതം സ്വർഗത്തിലാണോ അതോ നരകത്തിലാണോ? മനുഷ്യനെ സൃഷ്ടിച്ചു വിട്ട ദൈവം പറഞ്ഞിരിക്കുന്നു, നിത്യതയും മനുഷ്യന്റെ ഉള്ളിൽ നൽകിയിരിക്കുന്നു. ആ നിത്യത നിങ്ങൾ എവിടെയായിരിക്കണമെന്ന് ചിന്തിച്ചു കൊള്ളണം പ്രിയമുള്ളവരെ. ആ നിത്യതയാണ് ഞങ്ങൾ വിളിച്ചു പറയുന്നത് മരണാനന്തരമുള്ള സ്വർഗത്തിലെ ജീവിതം. ആ സ്വർഗത്തിലെ ജീവിതത്തിലേക്ക് ഞങ്ങൾ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ് പ്രിയമുള്ളവരെ. പാപം ചെയ്യരുത്. പാപം ചെയ്യുന്ന ദേഹി മരിക്കും. അത് ഈ ലോകത്തിലെ മരണമല്ല പ്രിയമുള്ളവരെ. ഈ ലോകത്തിൽ ജനിച്ചു വീഴുന്ന ഏത് മനുഷ്യനും മരിക്കും. എന്നാൽ മരണാനന്തരം ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. ലോകത്തിലെ ജനിച്ചു വീണ ഏത് മനുഷ്യനും മരിക്കുന്നു. എന്നാൽ മരണാനന്തരം ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. ആ ഉയർത്തെഴുന്നേൽപ്പിൽ നിങ്ങളുടെ ജീവിതം എവിടെയായിരിക്കണമെന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പ്രിയമുള്ളവരെ, മുഴു ലോകത്തെക്കാളും വിലയുള്ളതാണ് മനുഷ്യന്റെ ഉള്ളിൽ ദൈവം നൽകിയിരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ്. ആ മനുഷ്യന്റെ വില ഈ മുഴു ലോകത്തെക്കാളും വിലയാണ് പ്രിയമുള്ളവരെ. ഈ എരുമേലി പട്ടണം വാങ്ങണമെങ്കിൽ എത്ര രൂപ കൊടുക്കേണ്ടി വരും പ്രിയമുള്ളവരെ? എന്നാൽ അതിനേക്കാളും വിലയാണ് മനുഷ്യന്റെ ഒരാത്മാവിന്റെ വില. ദൈവത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. ആത്മാവിനെ ഒരിക്കലും നരകത്തിലേക്ക് വിടുവാൻ ദൈവം ആഗ്രഹിക്കാത്തത് കൊണ്ടാണ് പ്രിയമുള്ളവരെ തന്റെ പുത്രനായ ഏകജാതനായ പുത്രനായ യേശു ക്രിസ്തുവിനെ സ്ത്രീയുടെ സന്തതിയായി മനുഷ്യവേഷത്തിൽ ഈ ഭൂമിയിൽ കൊണ്ടുവന്ന് മരണത്തിനപ്പുറത്തൊരു ജീവിതമുണ്ടെന്ന് ദൃഷ്ടാന്തമായി യേശു ക്രിസ്തുവിലൂടെ ലോകത്തിന് കാണിച്ചു കൊടുത്ത പ്രിയമുള്ളവരെ. ആയതുകൊണ്ട് പ്രിയമുള്ളവരെ, നാം ഇവിടെ ജീവിക്കുമ്പോൾ അത് മദ്യപാനത്തിനും മയക്കുമരുന്നിനും വെറിക്കൂത്തുകൾക്കുമൊക്കെ അടിമപ്പെട്ടു പോകരുത് പ്രിയമുള്ളവരെ. അത് പാപമാണ് പ്രിയമുള്ളവരെ. അത് ലോകരാജ്യം പോലും വെറുക്കുന്നതല്ലേ ഈ പാപകരമായ ജീവിതങ്ങൾ. മദ്യം കഴിക്കരുതെന്ന് മഹാനായ ശ്രീനാരായണ ഗുരു മദ്യം വിഷമാണ്, അത് ഉണ്ടാക്കരുത്, അത് കുടിക്കരുതെന്ന് ആ മഹാനായ വ്യക്തി പറയുമ്പോൾ വീണ്ടും പറഞ്ഞിരിക്കുന്നു. അതെ, മുസ്ലിമിന്റെ ഖുറാനിൽ പറഞ്ഞിരിക്കുന്നു മദ്യം ഹറാമാണ് എന്ന് പറഞ്ഞാൽ അത് അറപ്പാകുന്നു എന്ന്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അങ്ങനെയെങ്കിൽ വിശുദ്ധ ബൈബിൾ വിളിച്ചു പറയുന്നത് എന്താണ്? മദ്യപാനികൾ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. ഓർത്തു നോക്കുക പ്രിയമുള്ളവരെ. ആയതുകൊണ്ട് ഞങ്ങൾ വിളിച്ചു പറയുന്നു, നിങ്ങൾ മദ്യത്തിനും മയക്കുമരുന്നിനുമൊക്കെ അടിമപ്പെട്ട് ലോക ജീവിതം നിങ്ങൾ നഷ്ടപ്പെടുത്താതെ മരണാനന്തരമുള്ള ജീവിതം നിങ്ങൾ കരസ്ഥമാക്കുവാൻ, യേശു ക്രിസ്തുവിലൂടെയുള്ള നിത്യ ജീവിതം കരസ്ഥമാക്കുവാൻ
യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ ഞങ്ങൾ നിങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ് പ്രിയമുള്ളവരെ. അത് സാധ്യമാകണമെങ്കിൽ നിങ്ങൾ യേശു ക്രിസ്തുവാണ് മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റുവെന്നും യേശു ക്രിസ്തുവിന്റെ കാൽവര രക്തത്തിൽ എന്റെ പാപങ്ങളെ നീക്കി എന്നെ ശുദ്ധീകരിക്കുവാൻ കഴിവുള്ളവരെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും നാവ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ രക്ഷിക്കപ്പെടും. രക്ഷ എന്നാൽ നിത്യ നരകത്തിൽ നിന്നുള്ള വിടുതൽ, നിത്യ സ്വർഗത്തിലെത്തുവാൻ ഒരു മാർഗമാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവം സ്വർഗത്തിൽ നിന്ന് കുനിഞ്ഞു നോക്കുന്നു. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്നറിയുവാൻ. ആരാണ് ബുദ്ധിമാൻ? അണുവായുധങ്ങൾ ഉണ്ടാക്കിയവനാണ്, ബഹിരാകാശത്ത് സഞ്ചരിച്ചവനാണ്. അല്ല പ്രിയമുള്ളവരെ, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ട്. അവന് മരണാനന്തര ജീവിതം സ്വർഗത്തിലുണ്ട് പ്രിയമുള്ളവരെ. ഇവിടെ കോടാനുകോടി നക്ഷത്രങ്ങളുണ്ട്. ഏകദേശം 1000-ഓളം, അത് 1,00,000-ഓളം ഗാലക്സികളെന്ന് സയൻസ് കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഈ ഗാലക്സികൾക്കപ്പുറം, കോടാനുകോടി നക്ഷത്രങ്ങൾക്കപ്പുറം നിങ്ങൾക്കൊരു വാസസ്ഥലം ഒരുക്കുന്നുണ്ട് പ്രിയമുള്ളവരെ. ഇവിടെ നീ ദരിദ്രനായിരിക്കാം, നീ ഓലക്കുടിലായിരിക്കാം നീ ജീവിക്കുന്നത്. നീ എന്നാൽ യേശുവിനെ നീ സ്വീകരിക്കുന്നുവെങ്കിൽ നിനക്കൊരു കൊട്ടാരം ദൈവം സ്വർഗത്തിൽ പണിയുന്നുണ്ട് പ്രിയമുള്ളവരെ. ആ സ്വർഗത്തിലെ കൊട്ടാരം നിനക്ക് അവകാശമാക്കുവാൻ നീ വിലയൊന്നും കൊടുക്കണ്ട. നീ കോടി രൂപകൾ മുടക്കണ്ട, ലക്ഷം രൂപകൾ മുടക്കണ്ട, ഒരു കർമ്മക്രിയയും ചെയ്യണ്ട, ഒരു പൂജയും ചെയ്യണ്ട, ഒരു മലയും താണ്ട, ഒരു സമുദ്രവും കിടക്കണ്ട പ്രിയമുള്ളവരെ. അത് യേശു നിനക്ക് സൗജന്യമായി നൽകിയാണ്. നീ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. യേശുവേ, ഞാനൊരു പാപിയാണ്, എന്റെ പാപത്തിൽ നിന്നും അത് എന്നെ വിടുവിക്കണമേ. യേശുവിനെ ഞാൻ രക്ഷകനായി സ്വീകരിക്കുന്നുവെന്ന് നീ ഒരു ഏറ്റുപറച്ചിൽ നടത്തിയ നിന്റെ പേര് സ്വർഗത്തിൽ എഴുതും. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണിക്കാത്ത യവനെയും തീപ്പൊയ്യിൽ തള്ളിയിടും. ഏതാണ് ഈ തീപ്പൊയ്ക? ഇത് മനുഷ്യന് വേണ്ടി ഒരുക്കിയിരിക്കുന്നതല്ല പ്രിയമുള്ളവരെ, പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്നതാണ് ഈ തീപ്പൊയ്ക. ഈ തീപ്പൊയ്യിലേക്ക് മനുഷ്യനെ ഒരിക്കലും വിടാതിരിക്കുവാനാണ് ഈ അണ്ടചരാചരങ്ങളെ സൃഷ്ടിച്ചവൻ, ഈ ഭൂമിയെയും ഭൂമണ്ഡലങ്ങളെയും സൃഷ്ടിച്ചവൻ, മനുഷ്യനെ സൃഷ്ടിച്ചവൻ. അതെ, ഈ ചരാചരങ്ങളെ എല്ലാം സൃഷ്ടിച്ച ദൈവമായിരുന്ന യേശു ഈ ഭൂമിയിലേക്ക് വന്ന് വീണ്ടും മനുഷ്യനൊരു ജനനം നൽകുവാൻ, ആ ജനനമാണ് യേശു ക്രിസ്തു യെരുശലേമിൽ നിന്നും 84 കിലോമീറ്ററുകൾ നടന്ന് യോർദാൻ കരയിൽ വന്ന് തന്റെ സൃഷ്ടിയായ യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനമേറ്റ് വെള്ളത്തിൽ നിന്ന് പൊങ്ങുമ്പോൾ യേശു ക്രിസ്തുവിന് വേണ്ടി സ്വർഗം തുറക്കപ്പെട്ടതുപോലെ നിങ്ങളും യേശു ക്രിസ്തുവിനെ സ്വീകരിച്ച് പിതാവായ ദൈവത്തിന്റെയും പുത്രനായ യേശുവിന്റെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അഭിഷിക്തന്മാരുടെ കൈക്കീഴിൽ വെള്ളത്തിൽ നിന്ന് പൊങ്ങുമ്പോൾ നിങ്ങൾക്കും വേണ്ടി സ്വർഗം തുറക്കപ്പെടുന്നു. മറന്നു പോകരുത് പ്രിയമുള്ളവരെ. വേറെ ഒരു മാർഗവും സ്വർഗത്തിൽ പോകുവാനുള്ള വഴിയേയില്ല. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നിലൂടെ അല്ലാതെ ആരും ദൈവരാജ്യത്തിൽ പ്രവേശിക്കത്തില്ല എന്ന്. ആ ദൈവരാജ്യമാണ് ഞങ്ങൾ ഇവിടെ പ്രവേശിക്കുന്നത് പ്രിയമുള്ളവരെ. തലമുറയായി ഇവിടെ ആരും ജീവിക്കാമെന്ന് വിചാരിക്കരുത്. ഈ ഭൂമി കത്തിയഴിയുവാൻ പോകുമെന്ന് ലോക സയൻസ് കണ്ടുപിടിക്കുമ്പോൾ BC 800-ാം ആണ്ടിൽ യെശയ്യാ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നു. ചുളമാല കത്തുന്ന ദിവസം വരും, അഹങ്കാരികളും എല്ലാ ദുഷ്പ്രവർത്തിക്കാരും താഴെയാകും. ആ ദിവസം വേരും കൊമ്പും ശേഷിക്കാതെ ദഹിപ്പിച്ച് കളയുന്ന ദിവസമുണ്ട് പ്രിയമുള്ളവരെ. സയൻസ് എന്ന് പറയുന്നു ഈ ഭൂമി കത്തിയഴിയുവാൻ പോകുന്നു എന്ന് പറയുമ്പോൾ വിശുദ്ധ ബൈബിളും വിളിച്ചു പറയുന്നു പ്രിയമുള്ളവരെ. ആയതുകൊണ്ട് പാപം ചെയ്യരുത്. പാപം ചെയ്യുന്ന ദേഹി മരിക്കും. അതാണ് രണ്ടാം മരണം. ആ രണ്ടാം മരണത്തിലേക്ക് ഈ ദേശത്ത് നിന്നും ആരും പോകുവാതിരിക്കുവാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ സുവിശേഷം ഇവിടെ വിളിച്ചു പറയുന്നത് പ്രിയമുള്ളവരെ. ഒരു സ്വർഗമുണ്ട്, ഒരു നരകമുണ്ട്. ഈ നരകവും സ്വർഗവുമെല്ലാം സയൻസിന് കാണിച്ചു കൊടുത്തു കഴിഞ്ഞു പ്രിയമുള്ളവരെ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നരകത്തിലേക്ക് വിടുവാൻ ഒരിക്കലും ദൈവം ആഗ്രഹിക്കുന്നില്ല മനുഷ്യനെ വിടുവാൻ. അത് പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യനാശമാണ്. എന്നാൽ പിശാചിന്റെ സ്വഭാവത്തിലൂടെ ഇന്ന് അനേക മനുഷ്യനെ അവൻ നരകത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ആ നരകത്തിൽ നിന്നും വിടുവിക്കുവാൻ നിങ്ങൾക്ക് ഒരേ ഒരു വഴിയുള്ള യേശുവിനെ നിങ്ങൾ സ്വീകരിക്കണം.
പാപം കൂടാതെ ജനിച്ച യേശു ക്രിസ്തുവിലൂടെ പാപമില്ലാത്ത ഒരു ജീവിതം നിങ്ങൾക്ക് സ്വർഗത്തിൽ കഴിക്കുവാൻ ഇതാ ഒരവസരം. ഈ അവസരം പാഴാക്കരുത് പ്രിയമുള്ളവരെ. ലോക സംഭവങ്ങളെല്ലാം യേശു ക്രിസ്തുവിന്റെ വരവിനെ വിളിച്ചറിയിച്ചു കൊണ്ടിരിക്കുന്നുവെന്ന് മറന്നു പോകരുത് പ്രിയമുള്ളവരെ. ക്ഷാമങ്ങൾ, ഭൂകമ്പങ്ങൾ, അതേ പകർച്ചവ്യാധികൾ, ഇങ്ങനെ നിരവധി സങ്കീർണമായ പ്രശ്നങ്ങൾ ഈ ഭൂമിയിലേക്ക് വരുമെന്ന് വിശുദ്ധ ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട് പ്രിയമുള്ളവരെ. അന്ത്യകാലത്താണ് നമ്മൾ വന്നു നിൽക്കുന്നത്. ഈ അന്ത്യകാലത്ത് നിങ്ങൾ രക്ഷപ്പെട്ടുകൊള്ളണം. യേശു ക്രിസ്തുവിനോടുള്ള നിത്യരക്ഷയെ കരസ്ഥമാക്കുക. ഞങ്ങൾക്കൊന്നേ പറയാനുള്ള പ്രിയമുള്ളവരെ, ഇവിടെ 3 ദിവസം മഴ പെയ്താൽ, 4 ദിവസം മഴ പെയ്താൽ, 5 ദിവസം മഴ പെയ്താൽ റെഡ് അലർട്ട്, യെല്ലോ അലർട്ട് മുന്നറിയിപ്പുകൾ നൽകുകയാണ്. നിങ്ങൾ ജാഗ്രത പാലിക്കുക. ഇത് ഞങ്ങളൊരു മുന്നറിയിപ്പ് നൽകുകയാണ്. ഈ ഭൂമിക്കൊരു അവസാനമുണ്ട്. യേശു തന്നെ രാജ്യം സ്ഥാപിക്കുവാൻ പോകുന്നു. അതിനു മുമ്പായി നീ യേശുവിനെ സ്വീകരിച്ച് നിന്റെ രക്ഷ പ്രാപിച്ചുകൊള്ളാം. അല്ല എങ്കിൽ അങ്ങനെ തന്നെ നശിച്ചു പോകുമെന്ന് ബൈബിൾ പറയുന്നു. മനസാന്തരപ്പെടുവാൻ ദൈവം ലോകത്തോട് ആഹ്വാനം ചെയ്യുകയാണ്. മനസാന്തരപ്പെടാതെ നീ അങ്ങനെ തന്നെ നശിച്ചു പോകും. ആ നാശം എന്ന് പറയുന്നത് നിത്യനാശമായ നരകമാണ് പ്രിയമുള്ളവരെ. ഈ നരകത്തിൽ ആരും പോകരുത്. നരകം ഭയാനകമാണ് പ്രിയമുള്ളവരെ. അതുകൊണ്ട് അതിന്റെ ഭയാനകത നിങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ടാണ് ഞങ്ങളുടെ ഒരു ദിവസത്തിൽ ഞങ്ങളുടെ ജോലികളെല്ലാം മാറ്റിവെച്ച് ഞങ്ങളുടെ സ്വന്തം കയ്യിലുള്ള കാശ് ചെലവാക്കി ദേശാന്തോറും ഞങ്ങൾ ഇത് വിളിച്ചു പറയുന്നത് പ്രിയമുള്ളവരെ. മനുഷ്യന്റെ രക്ഷയുണ്ട്. മനുഷ്യന്റെ നിത്യശിക്ഷാവിൽ നിന്നുള്ള വിടുതലാണ് രക്ഷ. ആ രക്ഷ നിങ്ങൾ കരസ്ഥമാക്കണം. സ്വർഗത്തിൽ നിങ്ങളുടെ ജീവിതം കഴിക്കുക. സ്വർഗത്തിലേക്ക് പോയ യേശു ക്രിസ്തുവിലൂടെ മാത്രമേ സാധിക്കത്തുള്ളൂ പ്രിയമുള്ളവരെ. അതാണ് ഞങ്ങൾ തർജ്ജനം വിളിച്ചു പറയുന്നത്. കൂടുതൽ സംസാരിച്ച് നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല. നിങ്ങൾ